ഞാൻ സന്ദീപിലേക്ക് എത്താൻ കുറച്ച് വൈകിയിരുന്നു. അത് ആർഷോനോട് പറഞ്ഞിരുന്നു, യാത്രയിലാണെന്ന് പറഞ്ഞിരുന്നു, മറ്റൊരാളെ അറേഞ്ച് ചെയ്തതുമാണ്. പിന്നെ ആർഷോ ഞാൻ പേര് പ്രഖ്യാപിച്ചത് കാരണം ആർഷോ തന്നെ ഞാൻ വെയിറ്റ് ചെയ്തതാണ്. ആർഷോ, ഇവിടെ നമ്മൾ നേരത്തെ ഇതിലും വലിയ തർക്കങ്ങൾ കണ്ടപ്പോഴേക്കും അതൊക്കെ കോംപ്രമൈസ് ചെയ്യുന്നു കണ്ടു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പുകലിനടയ്ക്കും എന്തോ ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടി രാജ്ഭവന് ലക്ഷങ്ങൾ ചെലവഴിക്കുന്നുണ്ടെന്ന് കേട്ടു സർക്കാർ. എന്താണ്, ഒരു കാറ് വേണം, അധികം ഓടാത്തൊരു കാറ് വേണമെന്ന് പറഞ്ഞപ്പോഴേക്കും പുതിയ മെർസഡസ് ബെൻസിന് 85 ലക്ഷം കൊടുത്ത സർക്കാരാണ്. ഈ പറയുന്ന കൊടിയ സാമ്പത്തിക ദുരിതത്തിലും ദാരിദ്ര്യത്തിനും ഇടയിലും അവിടെ വിനോദ ചെലവിന്, അവിടെ അതിഥി സൽക്കാരത്തിന് കോടികൾ വേണമെന്ന് ആവശ്യപ്പെട്ടവർ കൊടുത്ത സർക്കാരാണ്. ഈ ഇപ്പോൾ ഡെന്റൽ ക്ലിനിക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടവരിലെങ്കിലും ലക്ഷങ്ങൾ കൊടുത്ത സർക്കാരാണ്. എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം കൂടി, ചിലപ്പോൾ ഒരു ആവശ്യം പരിഗണിച്ചാൽ ഇതങ്ങ് ഒരു മഞ്ഞലിഞ്ഞു തീരുന്നത് പോലെ തർക്കം അങ്ങ് തീരും കേട്ടോ. SFI എഴുതിയ ബാനറുകളൊക്കെ പിൻവലിക്കേണ്ടിയും വരും. ആർഷോ, SFI എഴുതിയ ഒരു ബാനറും പിൻവലിക്കേണ്ടി വരില്ല. അതുമായി ബന്ധപ്പെട്ടിട്ട് ബഹുമാനപ്പെട്ട അവതാരകന് ആശങ്കയുടെ ആവശ്യമില്ല. SFI ബാനർ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ എഴുതിയ ബാനർ കെട്ടേണ്ടടുത്ത് കെട്ടുന്നതിന് വേണ്ടിയിട്ട് SFIക്ക് നല്ല ബോധ്യമുണ്ട്, നല്ല ധാരണയുണ്ട്, നല്ല കരുത്തുമുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി വല്ലാതെ കേരളത്തിലെ ഇടതുപക്ഷത്തിനും SFIക്കും സംഘപരിവാർ വിരുദ്ധ സർട്ടിഫിക്കറ്റ് ഞങ്ങളങ്ങ് അച്ചടിച്ച് വിതരണം ചെയ്ത് കളയാമെന്നുള്ള നിലയിലുള്ള വർത്തമാനങ്ങൾ പലതും പറഞ്ഞു പോകുന്നത് കണ്ടു. ഞാൻ സൂചിപ്പിച്ചു, ഈ ദിവസങ്ങളിൽ വളരെ ഗൗരവത്തോടുകൂടി പൊതുസമൂഹത്തിനകത്ത് ചർച്ച ചെയ്യേണ്ടുന്ന, പൊതുസമൂഹം വലിയ പ്രതിരോധം ഉയർത്തേണ്ടുന്ന വിഷയമാണ് നമ്മുടെ സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് തർക്കമുണ്ടാവാൻ വേണ്ടി സാധ്യതയില്ല. കാരണം ആ നിലയിൽ ഗുരുതരമായിട്ടുള്ള വിഷയമാണ് ഇന്ന് സർവകലാശാലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ മാധ്യമങ്ങളുടെ മുൻപിൽ വന്നു നിന്ന് പറഞ്ഞു, ഞാൻ കാവ്യവൽക്കരിക്കും, ഞാൻ സർവകലാശാലകളെയും കേരളത്തെയും കാവ്യവൽക്കരിക്കുക എന്നുള്ളത് തന്നെയാണ് തൻ്റെ ലക്ഷ്യം എന്ന് നമ്മുടെയൊക്കെ മുൻപിൽ വന്നു നിന്ന് പറഞ്ഞ അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. അപ്പൊ സ്വാഭാവികമായും അങ്ങനെ കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ആലയത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോയി കെട്ടുന്നതിന് വേണ്ടിയോ ശ്രമം ഉണ്ടാകുമ്പോൾ ആ ശ്രമത്തിനെ ചെറുത്തു തോൽപ്പിച്ചിട്ടുള്ള പാരമ്പര്യമാണ്, രാഷ്ട്രീയ ചരിത്രമാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം പേറുന്നത് കൊണ്ട് തന്നെയാണ് എല്ലാ കാലഘട്ടത്തിലും കേരളം RSSനെ പടിക്ക് പുറത്തു നിർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ള ഈ സമരം ഇത് കേരളത്തിന്റെ നിലപാടും RSSന്റെ നിലപാടും തമ്മിലുള്ള സമരമാണെന്നുള്ളതിനകത്ത് ഞങ്ങൾക്കൊരു തർക്കമില്ല. ഇത് കേരളം വേഴ്സസ് RSS എന്നുള്ള നിലയിലേക്ക് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ നിലപാട് എന്താ? കേരളത്തിലെ കോൺഗ്രസിന്റെ നിലപാട് അങ്ങനെ RSS വേഴ്സസ് കേരളം എന്നുള്ള സമരം ഈ നാട്ടിൽ നടന്നാൽ ഞങ്ങൾ RSSന്റെ ഷൂ പോളിഷ് ചെയ്യും, RSSന്റെ ഷൂ പോളിഷ് ചെയ്യുന്ന നിലപാടുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന തീരുമാനമല്ലേ അവരെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് KPCCയുടെ പ്രസിഡന്റ് പറയാണ്, ആ വന്നോട്ടെ എടാ പോടാന്ന് വീട്ടിൽ പോയി വിളിച്ചോളാം. KPCCയുടെ പ്രസിഡന്റ് എന്താ പറഞ്ഞത്? 10 RSSകാർ വന്നാൽ കുഴപ്പമില്ലാന്നേ, RSSകാർ വന്നോട്ടെ, പക്ഷെ ഞങ്ങൾക്ക് കിട്ടേണ്ടത് ഞങ്ങൾക്ക് കിട്ടണം. ഞങ്ങൾക്ക് കൂടെ കിട്ടുകയാണെങ്കിൽ ഇവിടെ സെനറ്റിലേക്കോ സിൻഡിക്കേറ്റിലേക്കോ സർവകലാശാല വൈസ് ചാൻസലറായോ ഏതൊരു RSSകാരൻ വന്നാലും ഞങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് KPCCയുടെ പ്രസിഡന്റ് പറയാ. KPCC വൈസ് പ്രസിഡന്റ് ഈ നിലയിൽ ഒരു ഗൗരവപ്പെട്ട വിഷയം നാട്ടിലുണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വലിയ സമരങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നു വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിലപാട് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിലപാട് സ്വീകരിക്കണമെന്ന് തന്റെ പാർട്ടിയോട് പറയുകയോ ചെയ്യാതെ കേരളവർമ്മ കോളേജിലെ SFIക്കാർ വേവിക്കുന്ന പരിപ്പിൽ ഉപ്പിട്ടിട്ടാണോ വേവിക്കുന്നത് എന്ന് തെരയുന്നതിന് വേണ്ടി നടക്കുക. അങ്ങനെ RSSന്റെ ഷൂ പോളിഷ് ചെയ്ത് കേരളത്തിലെ സർവകലാശാലകളും ചാൻസലറും ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തര പോയാൽ മതി. അവൾ ഇടവേളയ്ക്ക് സന്ദീപിലേക്കാണ്. നമ്മൾ അവസാന മിനിറ്റുകളായതുകൊണ്ടാണ് ക്ഷമിക്കണം. ശരി ഇടവേളയിലേക്ക് പോകണം. അവസാന മിനിറ്റുകളാണ്. ഇടവേളയ്ക്ക് ശേഷം സന്ദീപിലേക്ക് പോകുകയും വേണം. ഇടവേള.